Hello friends, welcome to my new video. In നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പുതിയ ഫോൺ Realme 6 ആയിട്ട് ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. So friends, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതായത് ഇതൊരു 6GB RAM 64GB ഇന്ത്യയുടെ ഒരു വേരിയന്റ് ആണ്. ആദ്യം തന്നെ ഇതിന്റെ നമുക്ക് പ്രൈസ് ഒന്ന് പരിചയപ്പെടാം. ഇതൊരു 14,999 15000 രൂപയുടെ ഒരു ഫോണാണ് നമ്മുടെ Realme 6i. അതുപോലെ തന്നെ ഇതിന്റെ വേരിയന്റ് നോക്കുകയാണെങ്കിൽ 6GB RAM 64GB ഇന്ത്യയുടെ ഒരു വേരിയന്റ് ആണിത്. അതുപോലെ തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് സ്പെക്കും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് ക്യാം വരുന്നത് ഒരു 16 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഇൻ ഡിസ്പ്ലേ ഫ്രണ്ട് ക്യാം ആണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ട് സൈഡിലെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 4 ക്യാമറ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 48 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, അതുപോലെ തന്നെ 8 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ, അതുപോലെ തന്നെ 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ, ദെൻ 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസിങ് ക്യാമറ ആണ് നമ്മുടെ ഫോണിൽ Realme 6i വരുന്നത്. ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റി തരുന്ന ഇമേജസ് നമുക്ക് ഇതിലൂടെ എടുക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ, വീഡിയോ, നൈറ്റ് അതൊക്കെ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ പോർട്രേറ്റ് 48 മെഗാപിക്സൽ, അതുപോലെ തന്നെ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ മോറിൽ ടൈം ലാപ്സ്, അതുപോലെ തന്നെ അൾട്രാ മാക്രോ, സ്ലോ മോഷൻ, എക്സ്പേർട്ട്, പനോരമ ഇതെല്ലാം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. മോൾ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുത്ത് നോക്കാം. മോൾ ഭാഗത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. ഫോട്ടോ ഓപ്ഷനിൽ HDR ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റിൻ്റെയും ഒരു ഇത് കാണാനായിട്ട് സാധിക്കും, ഫ്ലാഷിൻ്റെയും. അതുപോലെ തന്നെ നമ്മുടെ ഒരു കുറച്ചുകൂടി കളർ പോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കളർ ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം, ക്രോമ ബൂസ്റ്റ് ഈ സോൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ഫിൽറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻസിൽ കുറേ കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് നോക്കാം. ഓപ്ഷൻസിൽ ടൈമർ, അതുപോലെ തന്നെ സെറ്റിംഗ്സ്, ഫ്രെയിം, ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്യാമറയിൽ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഞാൻ പറഞ്ഞിരുന്നു 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ അറ്റത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കൊരു എന്താ പറയുക, ഒരു തടസ്സമായിട്ട് വരുന്നില്ല. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ സെൻറ്ററിലാത്തത് കൊണ്ട് ഒരു തടസ്സമായിട്ട് വരുന്നില്ല. അടുത്തതിൻ്റെ വീഡിയോയുടെ ഓപ്ഷൻസ് പോവുകയാണെങ്കിൽ നമുക്ക് മോൾ ഭാഗത്ത് ഒരു 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് സെറ്റിംഗ്സ്, അതുപോലെ തന്നെ ഒരു ഫിൽറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ കാണുന്നതാണ് സ്റ്റെബിലിറ്റിയുടെ ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറച്ചുകൂടി കൂടുതലായിട്ട് അൾട്രാ സ്റ്റഡി എന്ന ഓപ്ഷനാണ്, കുറച്ചുകൂടി കൂടുതലായിട്ട് സ്റ്റെബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ ഫ്ലാഷിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് പോയി നോക്കാം. വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് നോക്കാം. വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വീഡിയോ റെസൊല്യൂഷൻ 1080 നോക്കുകയാണെങ്കിൽ 60 FPS 30 FPS അവൈലബിൾ ആണ്. 720 നോക്കുകയാണെങ്കിൽ 30 FPS 60 FPS അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 4K നോക്കുകയാണെങ്കിൽ 4K നോക്കുമ്പോൾ ഒന്ന് കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് 30 FPS വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ ഫിൽറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതാണ് ഇപ്പോൾ ഒറിജിനലായിട്ട് കാണുന്നത്. കുറച്ചുകൂടി കളർ പോപ്പ് ചെയ്യുന്നതാണ് ഒരു F1, അതുപോലെ തന്നെ F2 ഒക്കെ കുറച്ചുകൂടി കളർ കുറയ്ക്കുന്നതാണ്. പിന്നെ F7 ഒക്കെ ഒരുമാതിരി എന്താ പറയുക, ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടുന്നതാണ് F7. അങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കുറേ ഫിൽറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഗ്ലാസ് ടൈപ്പ് ഒന്നുമല്ല, പക്ക പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രയധികം നല്ല ക്വാളിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം വെച്ചാൽ ഒരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ വരെ എന്തോ കുറച്ചൊരു കോട്ടിങ് മാത്രം പുറത്തേക്ക് നിൽക്കണ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് അടിക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്കും ഡിസൈനിങ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഡിസൈൻ ആണെങ്കിലും ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് ഒരു ഷൈനിങ് കാണാൻ സാധിക്കും. അത് സെൻറ്ററിൽ നിന്നൊരു ലൈനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് കോർണിങ്ങിൽ നിന്നല്ല, ഈ സെൻറ്ററിൽ നിന്നാണ് ഒരു ലൈൻ പോകുന്നത്. അതുപോലെ തന്നെ അവിടെ ബാക്കിൽ അടിഭാഗമായിട്ട് Realme എന്ന് അവരുടെ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ലീനിയർ ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ഫ്ലാഷ് ആണ്, ഡബിൾ ഫ്ലാഷ് അല്ല, സിംഗിൾ ഫ്ലാഷ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ മോളോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ മോൾ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇതിൻ്റെ മോൾ ഭാഗം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ മാത്രം കാണാനായിട്ട് സാധിക്കുള്ളൂ. വേറെ ഒറ്റ ബട്ടണും, അതായത് ലോക്ക് ബട്ടൺ മാത്രം റൈറ്റ് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള, വേറെ ഒന്നും റൈറ്റ് സൈഡിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ 2 വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു സിം എജക്ടർ ട്രേയും അവൈലബിൾ തന്നെയാണ്. ദെൻ അടിയിലോട്ട് പോവുകയാണെങ്കിൽ 3.5mm ഒരു ഹെഡ്സെറ്റ് ജാക്കും, അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ, ദെൻ മൈക്ക്, പിന്നെ USB-C ടൈപ്പിൻ്റെ ഒരു പോർട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ ഗ്രില്ലും കാണാൻ സാധിക്കും. പിന്നെ ഇതിലൊരു ഡീമെറിറ്റ് പറയാനായിട്ട് നമ്മുടെ ഫോണിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒന്ന് കൊടുത്തിട്ടില്ല കാര്യം പറയുന്നത് വെച്ചാൽ, അതായത് ഇതിൻ്റെ മോൾ ഭാഗത്ത് സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ അവൈലബിൾ ആയിട്ടില്ല. സോ ഒരു ഡീമെറിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
പിന്നെ നമ്മുടെ ഫോൺ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് മെയിനായിട്ട് ഗ്ലാസ് ടൈപ്പ് ആകുമ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഫിംഗറിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് ഇതിലും പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്ലോസ് ടൈപ്പാണ് വരുന്നത്. ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ കാണാം നല്ല രീതിയിൽ പാടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് ഗ്ലോസ് ആണെങ്കിലും സൈഡ് ഗ്ലോസ് അല്ല, ഒരു പക്ക മാറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ സൈഡ് ഭാഗം 4 സൈഡിലും പക്ക മാറ്റ് ഫിനിഷിങ്ങിലായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് നോക്കുകയാണെങ്കിൽ പക്ക എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു 4.5 ഔട്ട് ഓഫ് 5 എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഫാസ്റ്റാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. റെഡി 1 2 3 ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ, ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ലോക്ക് സ്ക്രീൻ തുറക്കുന്നതായിരിക്കും. നല്ല ഫാസ്റ്റിലാണ് ലോക്ക് സ്ക്രീൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് ലോക്കും അത് അടിപൊളിയായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഫേസ് ലോക്ക് ഡിറ്റക്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, അതായത് ഫേസ് ലോക്ക് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ ഡിസ്പ്ലേ ക്യാമറയുടെ ചുറ്റും ഒരു ലൈറ്റ് പോകുന്ന ഒരു അടിപൊളി ഫേസ് എന്ന് വേണമെങ്കിൽ പറയാൻ, അടിപൊളിയായിട്ട് കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പരിചയപ്പെടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാമറ ആണ്. നമ്മുടെ ഔട്ട്പുട്ടും ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നത് നമ്മുടെ റിയൽമി എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട് ക്യാമറ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വെളുപ്പിച്ച് നല്ല രീതിയിൽ പുട്ടിയൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിലും അത്യാവശ്യത്തിന് പുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി പോലെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. ദെൻ ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയാടെക് ഹീലിയോ G90T ഒരു പ്രൊസസ്സറാണ് നമ്മുടെ ഈ ഫോണിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഗെയിമിംഗ് ഫോൺ ആണോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ്, ഇതിൽ ഗെയിമിംഗ് ഫോൺ ആണോ എന്നുള്ളത്. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എക്സ്ട്രാ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഇതിൻ്റെ ഗെയിമിങ്ങിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ ഗെയിമിങ്ങിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഈ ഫോൺ എടുക്കാൻ പോകുന്ന ഈ ഒരു 15-14 ബഡ്ജറ്റുള്ള ഫോൺ എടുക്കാൻ പോകുന്ന എല്ലാവരും മനസ്സിലുണ്ടാകുന്ന 3 മൊബൈൽ ഫോൺസ് ആണ്. പോക്കോ M2 Pro, Redmi Note 9 Pro, അതുപോലെ തന്നെ Realme 6i. ഈ 3 ഫോൺസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫോർ മണി നോക്കുകയാണെങ്കിൽ പോക്കോ M2 Pro എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ Realme 6iയിൽ 4GB RAM 64GB ഇന്റർണൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സെയിം ആണെങ്കിലും ബാറ്ററി ലൈഫിൽ നല്ല രീതിയിൽ ചേഞ്ച് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഫോണിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 4235 mAh ഒരു മൊബൈലാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ബാറ്ററിയുടെ ചാർജർ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇൻ ദ ബോക്സ് വരുന്നത് 20 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പക്ഷേ ഇതിൽ 30 വാട്ട് സപ്പോർട്ടഡ് ആണെങ്കിലും 20 വാട്ട് ചാർജർ മാത്രം നമ്മുടെ ബോക്സിൽ വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പോക്കോ M2 Pro നോക്കുകയാണെങ്കിൽ 33 വാട്ടിൻ്റെ ചാർജർ നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് വേറെ എക്സ്ട്രാ വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മുടെ പോക്കോ M2 Proയിൽ നിന്നും അതുപോലെ തന്നെ Realme 6iയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലോക്ക് സ്ക്രീൻ. അടിപൊളി ഫാസ്റ്റിലാണ് നമ്മുടെ ലോക്ക് അൺലോക്ക് ചെയ്യുന്നത്, നല്ല ഫാസ്റ്റിലാണ്. പോക്കോ M2 Proയിൽ ഞാൻ ഇത്രയും ഫാസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ Realme 6iയിൽ നിന്ന് അടിപൊളിയായിട്ട് ഫേസ് ലോക്കും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് അടിപൊളി ഡിറ്റക്ട് ചെയ്യും. നമ്മുടെ ഫോൺ വരുന്നത് Android 10 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ Realme UI 11 ആണ് ഇതിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ വാങ്ങി ബൂട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു ലോക്കൽ ഗെയിംസ് ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവരൊരു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തില്ല. ബട്ട് പോക്കോ M2 Proയിൽ കുറേ ലോക്കലായിട്ട് ആപ്ലിക്കേഷൻസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തുള്ള ആപ്സ് മൊത്തം പോയി. പക്ഷേ ലോക്കലായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബട്ട് ഇത് നമ്മുടെ Realme 6iയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാതും അടിപൊളിയായിട്ട് നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ എല്ലാതും അവർ കറക്റ്റായിട്ട് ബാൻ ചെയ്ത ആപ്സ് മൊത്തം റിമൂവ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോൺ തന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫോൺ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് നമ്മുടെ ഫോൺ വരുന്നത്. നല്ല രീതിയിൽ നമുക്ക് വീഡിയോസും അതുപോലെ തന്നെ കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മ്യൂസിക്കിൽ സ്പീക്കർ നോക്കുകയാണെങ്കിൽ ഒരു 3.5 ഔട്ട് ഓഫ് 5. ലോക്കൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടെന്നും പറയാനും പറ്റില്ല. ഒരു നല്ല രീതിയിലൊരു ആവറേജ് സ്പീക്കർ അത്രയ്ക്ക് തന്നെ പറയാനായിട്ടുള്ളൂ നമ്മുടെ Realme 6iയിലുള്ളൂ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. തീരെ ഹാങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഹാങ്ങും കാര്യങ്ങളും ഇതുവരെ തോന്നിയിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ Realme 6i സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ Realme 6i നമ്മുടെ Redmi Note 9 Pro Maxിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഇരിക്കുന്നത് ഈ ഒരു സെൻറ്ററിലാണ് നോച്ചായിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ Realme 6iയിൽ സൈഡിലോട്ട് പോയത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ശല്യം വരുന്നില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ അല്ലാണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ എടുക്കുന്ന കുറേ പേരുണ്ടാവും മുമ്പ് സാധാ ഫോൺ യൂസ് ചെയ്തിട്ട്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറയിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. സോ നമ്മുടെ ഫിംഗർ ക്യാമറ ഇങ്ങനെ ഉരച്ച് അതിൻ്റെ ക്യാമറയുടെ ഒരു ഫ്രഷ്നെസ് പോകുന്നതായിരിക്കും. സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചാണ് യൂസ് ചെയ്യാനായിട്ട്. സോ ഫ്രണ്ട്സ്, ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ Realme 6iയിലും പോക്കോ M2 Pro, Redmi Note 9 Pro
ഞാൻ പോക്കോ തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പോക്കോയുടെ ഫാനാണ്. അതുപോലെ തന്നെ റെഡ്മി MI ഇതിനൊക്കെ ഫാൻ തന്നെയാണ് ഞാൻ. അതുപോലെ തന്നെ ആ ഫോണിൽ നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജറും അടിപൊളി ചാർജർ തന്നെയാണ്. ഇത് 33 വാട്ടിൻ്റെ ചാർജറാണ് ആ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ പോക്കോ M2 Pro അടിപൊളി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഏത് ഫോൺ എടുക്കണം എന്ന് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നീഡ് തന്നെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഗെയിമിംഗ് ഫോണാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു പക്ക ക്യാമറ ഫോണാണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് അത് നേരെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഒരു ക്യാമറ ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ Realme 6i കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു നല്ലൊരു ബാറ്ററി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കോ M2 Pro ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ ഏത് ഫോൺ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. സോ ഫ്രണ്ട്സ്, നമ്മുടെ Realme 6iയുടെ റിവ്യൂ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ പാക്കലാം.